നമ്മൾ ഈ കാണുന്നത് വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര പരിസരങ്ങളാണ്. അവിടെ ഗജവീരന്മാര് അണിനിരന്നുകൊണ്ടിരിക്കുന്നു. റീൽസുകൾ ചിലത് കാണാം. അത് ഞാൻ തന്നെയാണ് തിരക്കഥ സംഭാഷണ സംവിധാനം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അതിന് ക്ഷമിച്ചോളൂ. ഞാൻ എന്തായാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രാങ്കണമാണ്. ക്ഷേത്രാങ്കണത്തിൽ കൂടി ആ ഗജവീരന്മാരുടെ ആ യാത്ര കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ജനങ്ങളെല്ലാം ഫോട്ടോഷൂട്ടിനും അതുപോലെ തന്നെ വളരെ ആവേശോജ്വലകമായ ആ ഒരു യാത്ര കാണുന്നതിനും ഗജവീരന്മാരെ കാണുന്നതിനും അവരെ ഫോട്ടോസ് എടുക്കുന്നതിനും വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ഗജവീരൻ പോകുന്നത് നമ്മൾ വടക്കുംനാഥന്റെ തെക്കോട്ടിറക്കം കാണുന്ന അതിന്റെ ബാക്ക് സൈഡാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത് വടക്കുംനാഥൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിന്റെ മുൻവശമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ പുറകുവശം ആദ്യമായിട്ട് എനിക്ക് കാണാൻ പറ്റി. ഞാൻ ഇതിന്റെ സംഘാടകർക്കും ഒക്കെ ഒരു നന്ദി രേഖപ്പെടുന്നു. ഇന്ന് ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, കർക്കിടക മാസത്തിലെ 1-ാം തീയതി ഇവിടെ ഗജവീരന്മാരെ ആദരിക്കുവാനും അവർക്ക് സുഖചികിത്സ അതിനുള്ള ഗജവീരന്മാരാണ് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം മരുന്ന് കൂട്ടുകളും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഭക്ഷണം അവർക്ക് നൽകുന്നത് എന്നാണ് ഞാനിവിടെ ഇപ്പോ 1-2 വ്യക്തികളോട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. ഇവിടെ സംഘാടകരൊക്കെ വളരെ കാര്യഗൗരവത്തിൽ അത് കൊണ്ടുവന്ന് ഇറക്കുകയും അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകൾ എടുക്കുന്നതുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ വളരെ ദിവസങ്ങളിലെ പരിശ്രമം ഉണ്ടായിട്ടുണ്ടാവണം എന്നാണ് ഒരു സംഘാടകൻ എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത്. കാരണം ഇത്രയും വലിയൊരു കാര്യം ഇവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നാളത്തെ പരിശ്രമം അവിടെ നടന്നിട്ടുണ്ടാവും എന്ന അവരുടെ ഒരു വളരെ തീക്ഷ്ണമായ അവരുടെ അത്രയ്ക്കും നാളത്തെ ആ ഒരു പരിശ്രമ ഫലം അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇവരുടെ ഈ കരിമ്പ് തുടങ്ങിയ പൈനാപ്പിൾ തുടങ്ങിയ ഒരുപാട് ഫ്രൂട്ട്സുകളാണ് അവർക്ക് കൊടുക്കുവാനായിട്ട് അവിടെ വെച്ചിട്ടുള്ളത്. ഗജവീരന്മാരും ഇത് നോക്കിയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് തോന്നുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് കിട്ടും, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദരിക്കുക. നമ്മൾ പറയില്ലേ, ഒരാളെ ആദരിക്കുക, അവഗണിക്കുകയല്ല, അവരെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനായാലും എനിക്കിഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം എന്നെ വിളിച്ചു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ യൂട്യൂബ് ഒരു വർക്ക് ചെയ്യാൻ എന്നെ വിളിക്കുക എന്ന് പറയുമ്പോ അതെന്നെ ഒരു പരിഗണിക്കുകയാണ്. ഇവരും ചെവിയൊക്കെ ആട്ടിയിട്ട് ഇങ്ങനെ അവരെ ആദരിച്ചതിൽ അവരെ എന്തെന്ന് പറയാ അവരെ പരിഗണിച്ചതിൽ അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. മറ്റുള്ള പൂരങ്ങൾ എന്ന് പറയുമ്പോൾ കോലങ്ങളൊക്കെ ആയി അവര് ഒരുപാട് ഇങ്ങനെ എന്തെന്ന് പറയാ അവരെ തിരക്കും. ചിലപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയായിരിക്കണമെന്നില്ല. ഞാൻ നോക്കിയപ്പോൾ മറ്റേത് 30 ആനയൊക്കെയാണ് പൂരങ്ങളിലുള്ളത്. ഇതിപ്പോ ഒരു